മക്കളെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കിയിരിക്കുന്നത് ഒരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആണ്. വളരെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു പൊതിച്ചോറ് ഉണ്ടാക്കണമെന്ന്. ഇപ്പോൾ അങ്ങനെ ഒരു അവസരം ഉണ്ടായി. നമ്മുടെ അടുത്തൊരു സ്കൂളിൽ ക്യാമ്പുണ്ട്, 2 പൊതി കൊടുക്കണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ പൊതിച്ചോറ് തയ്യാറാക്കിയിരിക്കുകയാണ്. പൊതിച്ചോറിൻ്റെ അകത്ത് നമ്മൾ വെക്കുന്നത് നല്ല ഡ്രൈ ആയിട്ട്, അതായത് തോരന്, അവിയൽ, അതുപോലെ തന്നെ മെഴുക്ക് പുരട്ടി, ചമ്മന്തി, അച്ചാറ്, മീൻ വറുത്തത്, മീൻ പൊരിച്ചത്, അതുപോലെ തന്നെ കൊണ്ടാട്ടം, ഇതൊക്കെയാണല്ലോ. ഇങ്ങനെയുള്ള ഡ്രൈ ആയിട്ടുള്ള കറികളാണ്. നമ്മൾ കറി രൂപത്തിലുള്ള ലൂസായിട്ടുള്ള കറികളൊന്നും നമ്മൾ പൊതിച്ചോറിൽ വെച്ചാൽ അതൊരു പൊതിച്ചോറാവില്ല. കണ്ടില്ലേ, ഇതേ രീതിയിൽ നമ്മൾ പൊതിച്ചോറ് ഇറക്കുമ്പോൾ നമുക്കെല്ലാം കൂടെ കൂടിയിരുന്ന് ഇങ്ങനെ ചോറിനകത്ത് പറ്റിപ്പിടിച്ചിരുന്ന് കഴിക്കാൻ തന്നെ നല്ലൊരു രസമല്ലേ. അപ്പോൾ അതിനായിട്ട് ഞാൻ അരി നേരത്തെ അടുപ്പിലിട്ടായിരുന്നു കേട്ടോ, പുറത്തടുപ്പിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ അരി അടുപ്പിലിട്ട് നമ്മൾ കറികളൊക്കെ റെഡി ആകുമ്പോഴത്തേക്കും നമ്മുടെ ചോറും റെഡിയാവും. പക്ഷേ നേരത്തെ തന്നെ ഞാൻ ആ ചോറ് കറിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് തന്നെ നമ്മൾ ചോറ് നോക്കി, അരി നോക്കി, അതിൻ്റെ പുറത്ത് ഇങ്ങനെ വെള്ളം വെക്കും കേട്ടോ, ചൂടാകി കിടക്കുമല്ലോ നമ്മൾ ചോറിനകത്ത് ഒഴിക്കാനായിട്ട്. അങ്ങനെ നമ്മൾ അരി വെന്തോന്ന് നോക്കുവാണ്. ഞാൻ അരി വെന്തോന്ന് നോക്കുന്നത് എങ്ങനെയാണ് കേട്ടോ, കഴിച്ച് നോക്കും, എന്നാലേ എനിക്കൊരു തൃപ്തി വരുള്ളൂ. വെന്തോന്ന് അങ്ങനെയാണോ എല്ലാവരും ചെയ്യാറെന്ന് പറയണേ. അപ്പോൾ നമ്മുടെ അരി വെന്തിട്ടുണ്ട്. നമ്മൾ അരിപ്പ കൊണ്ട് ഇങ്ങനെ കോരിയാണ്, ഈ മൺകലം ആയതുകൊണ്ട് അല്ല തിങ്ങി ചോറ് വയ്ക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ കോരി എടുക്കുക, നല്ല ദേഹത്തൊക്കെ മറിഞ്ഞ് വീഴും. അതുകൊണ്ട് ഇതേ രീതിയിൽ നമ്മുടെ ചോറെല്ലാം കണ്ട് ഇതേ രീതിയിൽ ഇങ്ങനെ കോരി എടുക്കുവാണ് ഞാൻ കേട്ടോ. അപ്പോൾ ചോറെല്ലാം കോരിയിട്ട് നമ്മൾ ഇന്നത്തെ നമ്മുടെ ചീര, നമ്മുടെ നാടൻ ചീരയാണ് കേട്ടോ, ചീരയും അച്ചങ്ങ മെഴുക്ക് പുരട്ടിയാണ്. അപ്പം നമ്മൾ അച്ചങ്ങ എല്ലാം കഴുകി ഉപ്പും മഞ്ഞപ്പൊടിയിട്ട് അരമണിക്കൂർ വെക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ അച്ചങ്ങ എല്ലാം കഴുകി വെള്ളമെല്ലാം തോർത്തിയതിന് ശേഷം വേണം നമ്മൾ ഇതിൽ കട്ട് ചെയ്തെടുക്കാൻ കേട്ടോ. വെള്ളമയം പാടില്ല നമ്മൾ ഈ അച്ചങ്ങയൊക്കെ ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത്, അത് കാരണം എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. ഉപ്പ് അങ്ങോട്ട് പുരട്ടി വെക്കുമ്പോൾ ഇതിനകത്തൊരു വെള്ളമയം ഓൾറെഡി ഉണ്ടാവുമല്ലോ. ഈ അച്ചങ്ങയ്ക്കകത്ത് ഉപ്പ് പുരട്ടി വെക്കുമ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചിട്ടും വെള്ളമയം ആയിക്കോളും. അപ്പം നമ്മളിനിയും ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. 10 മിനിറ്റ് വെച്ചതിന് ശേഷം ചീനിച്ചട്ടിക്കകത്ത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായപ്പോൾ 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചു, കറിവേപ്പിലയും ഇട്ടു. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് മൂപ്പിക്കുന്നുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മുളക് പൊടി ഇട്ടോ കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ അച്ചങ്ങായി ഇട്ട് കൊടുത്ത് കൂട്ടി പുരട്ടി. അപ്പോൾ നമ്മുടെ ഈ അച്ചങ്ങായിക്കകത്ത വെള്ളവും നമ്മുടെ ഈ വെളിച്ചെണ്ണയും ആവിക്കകത്തിരുന്ന് ഒന്ന് വേവിക്കണം. ഇത് ആവിയും ചേർന്നാണ് ഇത് വെന്ത് കിട്ടും. നമ്മൾ വെള്ളം ഒരു കാരണവശാലും ഒരു തുള്ളി പോലും ഇങ്ങനെയുള്ള മെഴുക്കുവരട്ടിക്കകത്ത് നമ്മൾ ചേർക്കാൻ പാടില്ല. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ലൊരു മെഴുക്കുവരട്ടി കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ മസാലകളെല്ലാം ഇതിനകത്ത് പിടിച്ച് നല്ല രീതിയിലാവും. അപ്പോൾ ഇതേ രീതിയിൽ നമ്മൾ അടച്ച് വെച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കി അടിക്കും മേളിലും ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ നടച്ച് വെക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ അടച്ചും തുറന്നും വെച്ച് നമ്മുടെ മെഴുക്ക് വരട്ടിലാണ്ട് ഏകദേശം ഇവിടെ ഏകദേശമല്ല ഫുള്ളും വെന്തു. ഇനി ഒന്നുകൂടെ നമ്മൾ തുറന്ന് വെച്ചത്. ഈ സമയത്ത് നമ്മുടെ ടിൻറ്റുമോനും ടെസമോളും എൻ്റെ പുറകെയാണ് കേട്ടോ. ടെസമോൻ എൻ്റെ കൂടാണ്. ടിൻറ്റുമോൻ പാറച്ചേച്ചി അവിടെ തേങ്ങ തിരുകുന്നുണ്ട്, അതുകൊണ്ട് പാറച്ചേച്ചി എവിടെ വന്നാലും ഞാൻ അടുക്കള വന്നാൽ ഓടിച്ചു വിടും. ടെസമോൻ പിന്നെ എൻ്റെ കൂടെ തന്നെ. അപ്പോൾ 2 പേരും കൂടെ കണ്ടില്ലേ, നമുക്കതൊരു സന്തോഷമാണ്. ഇവരുടെ സാമീപ്യം വലിയൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ അച്ചങ്ങ എല്ലാം നമ്മുടെ മൂത്ത് വന്ന് നല്ല പെർഫെക്റ്റായിട്ട് വെന്തു. നമ്മളിത് ഇറക്കി വെച്ച് നമ്മുടെ സെർവിങ് പ്ലേറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ചീരയെല്ലാം കഴുകി തോർത്താൻ വെച്ച് വെള്ളമെല്ലാം നമ്മൾ വാർന്ന് പോയി കഴിയുമ്പം നമ്മൾ ഇങ്ങനെ അതിൻ്റെ തണ്ടെല്ലാം ആദ്യം കട്ട് ചെയ്തെടുക്കും കേട്ടോ. തണ്ടിന് ഇച്ചിരി വേവ് കൂടുതലാണല്ലോ. അതിനുശേഷം നമ്മുടെ ഇലയെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അന്ന് നമ്മൾ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചു. ഈ പറഞ്ഞതുപോലെ തന്നെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കേട്ടോ. 1/2 ടീസ്പൂൺ കടുക് ഇട്ടു. പിന്നെ കുറച്ച് 2-3-4 ചെറിയ ഉള്ളി വട്ടം കട്ട് ചെയ്ത് വെച്ചിരുന്നു, അതും ചേർത്ത്. വേറെ ഉള്ളി ഒന്നും ചേർക്കണ്ട, വേറെ ഒന്നും നമ്മുടെ തോരനകത്ത് ചേർക്കരുത് കേട്ടോ. എന്നാലായിട്ട് തോരൻ്റെ കറക്റ്റ് രുചി കിട്ടത്തുള്ളൂ. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ട് മൂപ്പിച്ചിട്ട് നമ്മൾ ആദ്യം നമ്മുടെ തണ്ട് ഇട്ട് കൊടുക്കും കേട്ടോ. തണ്ടിന് ഇത്തിരി വേവുണ്ടല്ലോ, ഇലയ്ക്ക് വേവ് കുറവല്ലേ. അപ്പോൾ തണ്ട് വിട്ട് കൊടുത്ത് ഇതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, അതുപോലെ തന്നെ ജീരകം, പച്ചമുളക്, തേങ്ങ എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ്. ഇത് നമ്മളങ്ങോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ കൂട്ടിപ്പറയും ഇതിനകത്ത് നമ്മൾ ഉപ്പൂടെ ചേർത്താണ് അരച്ചത്. അപ്പോൾ നമ്മൾ കൂട്ടിപ്പരട്ടി ഇളക്കി ഇതൊന്ന് വേവിക്കാൻ വെക്കും ഒരു 2 മിനിറ്റ് കേട്ടോ. കാരണം തണ്ട് വേവണമല്ലോ, അരപ്പും വേവണം. അപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. നമ്മളൊന്ന് വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ. അപ്പം നമ്മളിനി ഇതിൻ്റെ പുറത്തേക്ക് നമ്മുടെ ഇല ഇട്ട് കൊടുക്കും കേട്ടോ, നമ്മുടെ ചീരയില. അപ്പോൾ നമ്മളിനി ഇത് കൂട്ടി പരത്തി വെക്കാം. കാരണം നമ്മുടെ ഓൾറെഡി നമ്മുടെ അരപ്പും തണ്ടുമൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇലയ്ക്കകത്തും കൂടെ അരപ്പ് കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ കൂട്ടി പുരട്ടി ഇളക്കി ഒന്ന് അടച്ചു വെക്കണം കേട്ടോ. 1-2 മിനിറ്റ്
ഒരു മിനിറ്റ് ഇടവിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് തുറന്ന് നോക്കി അടച്ചും തുറന്നും വെച്ച് നമ്മളിത് പെർഫെക്റ്റായിട്ട് വേവിച്ചെടുക്കണം. കാരണം വെന്ത് കുഴഞ്ഞു പോവില്ല കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം നമ്മളിങ്ങനെയുള്ള തോരനായാലും മെഴുക്കുവരട്ടിയായാലും ചേർക്കാൻ പാടില്ല. ഈ ആവിക്കകത്ത് തന്നെ അല്ലെങ്കിൽ എണ്ണയ്ക്കകത്ത് തന്നെ ഇത് വെന്ത് ഇതിനകത്തുള്ള വെള്ളവും ചേർന്ന് വെന്ത് കിട്ടും. അപ്പോഴാണ് നമുക്ക് പെർഫെക്റ്റായിട്ടുള്ള ഒരു തോരൻ കിട്ടുന്നത്. അപ്പോൾ നമ്മളത് തട്ടിപ്പൊത്തിച്ച് മൂടി വെച്ചിട്ട് നമ്മൾ കണ്ടില്ലേ ചിക്കത്തിൽ തോർന്നു പോകുമല്ലോ. ഇതേ രീതിയിൽ ഇളക്കിയിട്ട് നമ്മൾ നല്ല പൂ പോലുള്ള തോരൻ നടുവിടെ റെഡിയായി കണ്ടില്ലേ. അപ്പം ഇതിന് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മറ്റേ ഉപ്പ് വെക്കുന്നു. നമ്മൾ ഈ ചീരയ്ക്കും ഇലവർഗ്ഗത്തിനൊന്നും ആദ്യം ഉപ്പ് ചേർക്കരുത് കേട്ടോ, കഴിക്കും. പിന്നെ നമ്മൾ ചീനിച്ചട്ടി ഇതേപോലുള്ളൊരു കുഴിഞ്ഞ ചീനിച്ചട്ടി വെച്ചിട്ട് ഇതിനകത്താണ് നമ്മൾ മീൻ വറക്കുന്നത്. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് മീൻ മൂത്ത് കിട്ടത്തുള്ളൂ കേട്ടോ. കറിവേപ്പിലയും കുറച്ചിട്ട് ഈ മീനെല്ലാം പിറക്കിയിട്ട് നമുക്ക് തിരിച്ചും ഇട്ട് നിന്ന് മൂപ്പിച്ചെടുക്കാം. എണ്ണയ്ക്കകത്ത് തന്നെയാണ് ഇത് ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞും മൂപ്പിച്ച്. ഈ സമയത്ത് നമുക്കൊരു ചമ്മന്തി തയ്യാറാക്കണം. മാങ്ങാ ചമ്മന്തിയാണ് കേട്ടോ. ഒരു ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ തേങ്ങായും ഇട്ട് 10-12 ചെറിയ ഉള്ളിയും ചേർത്ത്, പിന്നെ എരിവിനായിട്ട് പച്ചമുളകാണ് ഞാൻ ചേർത്ത്. പച്ചമുളക് ചമ്മന്തിയാണ് എനിക്കിഷ്ടം കേട്ടോ. വറ്റൽമുളക് പൊടി വേണമെങ്കിൽ ചേർക്കാം. എന്നിട്ട് ഇതിലേക്ക് ഉപ്പും ചേർത്ത്, ചമ്മന്തിക്കും അത് ഉപ്പ് ചേർക്കരുത് കേട്ടോ. 2-3 തണ്ട് കറിവേപ്പില ഇട്ട് ഇത് നമുക്ക് ചമ്മന്തി അറിയാമല്ലോ, അരച്ചെടുക്കുക. എന്നിട്ട് മുട്ട പൊരിക്കാനായിട്ട് സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരുന്നു, പച്ചമുളകും ചേർത്ത് 5 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്ത് കൂട്ടി യോജിപ്പിച്ച് എല്ലാം എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒന്നിച്ചിട്ടങ്ങ് പൊരിച്ചിടും കേട്ടോ. നമുക്ക് 2ആയിട്ട് പൊരിക്കായിരുന്നു. വലിയ പാനായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ധൃതി വെച്ച് ചോറ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അങ്ങനെ എണ്ണ ഈ പാനിനകത്ത് തൂവിയിട്ട് നമ്മൾ ആ മുട്ട മൊത്തം അത് മണ്ടത്തരമായിപ്പോയി കേട്ടോ. 2ആയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാമായിരുന്നു. നല്ല പെർഫെക്റ്റായിട്ട് നല്ല പൊരിച്ച് കിട്ടിയായിരുന്നു. ഇപ്പോൾ എനിക്ക് അബദ്ധം പറ്റി. ഇത് ഒന്നിച്ചങ്ങ് ഇട്ട് കൊടുത്തത് അങ്ങ് തിക്കായിപ്പോയി കേട്ടോ. ഇത് ഇളക്കിയെടുക്കാനും പാടായി, വലിയ പാടായിരുന്നു കാണാൻ നമുക്ക് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം സ്പ്രെഡ് ചെയ്ത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ. അടഞ്ഞിന്ന് വേവണം. എന്നാലും ഇത് നല്ല ബബിളിയായിട്ട് നല്ല സ്പോഞ്ചിയായിട്ട് നമ്മുടെ മുട്ട കിട്ടത്തുള്ളൂ. അടച്ച് വെച്ച് വേവിച്ചാൽ അല്ലേ പിന്നെ അങ്ങ് വരണ്ടിരിക്കും. അപ്പോൾ ഇത് അടച്ച് വെച്ച് തുറന്ന് നോക്കുമ്പം ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ആ മുട്ട മൂക്കാതെ കിടപ്പുണ്ട്. എന്നിട്ട് അത് നമ്മളിങ്ങനെ സ്പ്രെഡ് ചെയ്യിച്ചിങ്ങനെ ഒഴിക്കുമ്പോൾ അത് അങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ചട്ടുകം വെച്ചൊന്ന് സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ സ്പ്രെഡ് ചെയ്യിച്ച് വീണ്ടും നമ്മളൊന്ന് അടച്ചു വെക്കുന്നുണ്ട്. അടച്ചു വെച്ച് ഉൾവശം ഒന്ന് വേവണമല്ലോ. എന്നിട്ട് അടച്ചു വെച്ചിട്ട് നമ്മളിത് വീണ്ടും തുറന്നു നോക്കി നമ്മൾ ഇളക്കാൻ പെടുന്ന പാട് കണ്ടോണം. ഇപ്പം നമുക്കിനി ഒന്ന് തിരിച്ചിടണം. അപ്പോഴത്തേന് അടിവശം കരിഞ്ഞു കേട്ടോ. ഭയങ്കര കട്ടിയായി പോകല്ലോ അടിവശം. എന്നാലും ചുവയൊന്നുമില്ലായിരുന്നു. അടിവശം കരിഞ്ഞു പോകും. ഇച്ചിരി ഒന്ന് കരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇളക്കുമ്പം കണ്ടില്ലേ സംഭവിക്കുന്നുണ്ടോ? കണ്ടില്ലേ? കണ്ടോ? ഇതേ രീതിയിലായിപ്പോയി മക്കളെ. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിയുണ്ട്. എനിക്ക് അബദ്ധം പറ്റുന്നതല്ല ഇങ്ങനെ. ഞാൻ ആവശ്യത്തിന് ഇപ്പം ഞാൻ പെട്ടെന്ന് ചെയ്യാമല്ലോ, പെട്ടെന്ന് നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാമല്ലോ, അങ്ങനെ ഒരിക്കലും പാടില്ല കേട്ടോ. ഇച്ചിരി വെയിറ്റ് ചെയ്താലും നമ്മൾ ക്ഷമയോടെ കാര്യങ്ങൾ ചെയ്താൽ ഇങ്ങനെ വരത്തില്ല. അതാണ് എനിക്കിപ്പോൾ പറ്റിയ കുഴപ്പം. എങ്കിലും അത് നന്നായിട്ട് വന്നു, നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. കുരുമുളകും ഉപ്പും ചേർത്ത് പറയാൻ മറന്നു. പിന്നെ നമ്മുടെ മീനെല്ലാം നല്ല ഇതേ രീതിയിലായി. ഇങ്ങനെ എണ്ണ എല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്യിച്ച് എല്ലാം നമ്മൾ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മക്കളെ നമ്മുടെ ഊണെല്ലാം ഇവിടെ റെഡിയായി കണ്ടില്ലേ. തോരൻ, മെഴുക്ക് പുരട്ടി, ചീരത്തോരൻ, അച്ചങ്ങ മെഴുക്ക് പുരട്ടി, മുട്ട പൊരിച്ചത്, മീൻ വറുത്ത്, കണ്ണനയിലായിരുന്നു കേട്ടോ, പറയാൻ വിട്ടുപോയി. പിന്നെ ചമ്മന്തി. അപ്പോൾ നമ്മൾ ഈ പൊതി തയ്യാറാക്കുമ്പോൾ നമ്മൾ ചോറിനകത്ത് ഡയറക്റ്റ് അല്ലേ നമ്മുടെ തോരനും ചമ്മന്തിയും അച്ചാറും ഉപ്പ് തന്നെ മീനും എല്ലാം മുട്ട എല്ലാം വെക്കുമ്പോൾ അതാണല്ലോ ഒരു കറക്റ്റ് പൊതി എന്ന് പറയും. ഇതിപ്പം അച്ഛൻ പറഞ്ഞ് അങ്ങനെ വെച്ചാൽ ചോറിനകത്താവുമെന്ന് പറഞ്ഞ് ഇലയ്ക്കകത്ത് പൊതിഞ്ഞാണ് കേട്ടോ നമ്മൾ ഇതെല്ലാം വെച്ച്. പിന്നെ പാറു ഞങ്ങൾക്ക് വേണ്ടിയുള്ള പൊതി എടുത്തത് ഇങ്ങനെ തന്നെയാണ്. നേരിട്ട് നമ്മുടെ പൊതിക്കകത്ത് തന്നെ ചോറും പിന്നെ കറികളും തോരനും മെഴുക്ക് പുരട്ടിയും അച്ചാറും മുട്ടയും മീൻ വറുത്തതും അവൾ കൊണ്ടാട്ടമുളക് വറുത്തായിരുന്നു അതും എല്ലാം ചേർത്ത് അവൾ ഇങ്ങനെയാണ് പൊതി. അപ്പോൾ ഇതാണ് നല്ലൊരു പൊതി. ഇങ്ങനെയാണ് പൊതിച്ചോറ് വെക്കേണ്ടത് കേട്ടോ. അല്ല ചോറ് ഇലയ്ക്കകത്ത് പൊതിഞ്ഞല്ല നമ്മൾ ഈ തോരനും അവിയലും. അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടുള്ള ഒരു കറിയും എല്ലാം ഡ്രൈ ആണ്, വെള്ളം പോലുള്ള കറി ഒന്നുമില്ല. അപ്പോൾ ഇതാണ് യഥാർത്ഥ പൊതിച്ചോറ്. അപ്പം എല്ലാവരും ഇങ്ങനെ ചെയ്യുമെന്നറിയാം, എല്ലാവർക്കും അറിയാം, എല്ലാവരും ചെയ്യുന്നതാണ്. പിന്നെ എൻ്റെ ഈ പൊതിച്ചോറ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മക്കളെ? കണ്ടില്ലേ, കൊണ്ടാട്ടമുളകും പാറും വെച്ചു. അപ്പോൾ ഇതേ രീതിയിൽ ഒരു പൊതിയാണ് നമ്മളിവിടെ പാറു ഞങ്ങൾക്കായിട്ട് തയ്യാറാക്കിയത്. ബാക്കി അച്ഛൻ എല്ലാം കറി 2 പൊതിക്കകത്തും കറി പ്രത്യേകം പൊതിഞ്ഞ് വെച്ചാൽ അതെനിക്കൊരു ഇഷ്ടമില്ല കേട്ടോ. പൊതി ഇതാണ് പൊതി.
ഇങ്ങനെയാണ് ചോറ് പൊതി തയ്യാറാക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്ന മക്കളെ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പഴയതുപോലെ സപ്പോർട്ടും ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സഹായിക്കണം. അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് വരുന്നത്. നന്ദി.